തലേ ദിവസത്തെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ തന്നെ സീറ്റ് പിടിക്കാനായിട്ട് ബസ്സിൽ വന്നിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് സീറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഹലോ ഹായ് നമസ്കാരം, പുതിയൊടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മാമൻ്റെ മോൻ്റെ കല്യാണത്തിന് റിസപ്ഷനും കല്യാണമൊക്കെ നമ്മൾ ആ ഒരു ദിവസം തന്നെയാണ് കേട്ടോ. അപ്പോൾ താലിയെട്ടിന് വേണ്ടിയിട്ട് പെണ്ണിനെ കൂട്ടാനൊക്കെ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയ വേണ്ടി നമ്മൾ വെള്ളമാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് അനിയത്തേക്ക് ആയിട്ട് എല്ലാവരുമായിട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഈ ഒരു സാരി ഞാൻ എടുത്തത് പോതീസിനാണ്. എനിക്ക് ബ്ലൗസ് അടിച്ചത് എൻ്റെ നാട്ടിലുള്ളൊരു ചേച്ചിയാണ് കേട്ടോ. കുക്കു എന്നാണ് നമ്മൾ വിളിക്കാറ്. ഷാവലി ചേച്ചിയാണ് കേട്ടോ. ഇത് അമ്മയുടെ ഒരു അനിയത്തിയാണ്, ശ്രീജാൻറ്റി. ശ്രീജാൻറ്റിൻ്റെ മോളാണ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവളുടെ മോളാണ് ആ പച്ച ഫ്രോക്ക് ഇട്ടിട്ടുള്ളത് കേട്ടോ, പാർവതി. പിന്നെ അതിൻ്റെ അടുത്തിരിക്കുന്ന റോസ് ബ്ലൗസ് സാരിയൊക്കെ എടുത്തിട്ടുള്ളത് അമ്മയുടെ മൂത്ത ചേച്ചിയാണ്, രോണി മൂത്തയാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ പെണ്ണിനെ കൊണ്ടുവരികയായിരുന്നു മഹദര മണ്ഡപത്തിലേക്ക്. ഈ ഒരു മൊമെൻ്റൊക്കെ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് നമ്മുടെ കല്യാണ കാര്യമാണ് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. നെയ്യാറ്റിൻകര വെച്ചിട്ടായിരുന്നു എൻ്റെ കല്യാണം ഉണ്ടായിരുന്നത്. എൻ്റെ നാട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായതിന് ശേഷം പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നെയ്യാറ്റിൻകര വെച്ചിട്ട് കല്യാണം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അന്ന് നമ്മുടെ എല്ലാവരും ഒരു 35-40 ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫാമിലീസ് എല്ലാവരും. അപ്പോൾ ഉണ്ടാവും എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് ഇങ്ങനെ ഓർമ്മ വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇതാ ശ്രീഷ പിന്നെ എല്ലാവരും ഉണ്ടായിട്ടുണ്ടായിരുന്നു. മോൾക്ക് ഒട്ടും വയ്യായിരുന്നു. അവൾ പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അറിഞ്ഞിട്ടൊന്നും എടുത്ത് നടക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. എൻ്റെ സാരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഞാൻ പോത്തീസിന് എടുത്തത് ഒരിക്കൽ കൂടി പറയാൻ കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു, ബ്ലൗസ് അടിച്ചിട്ടാണെങ്കിലും സാരിയൊക്കെ. ഞാൻ ആ ഒരു ടൈമാണ് മുടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ചേച്ചി വരുന്നെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി മക്കളൊക്കെ പിന്നെ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്, താലിയിട്ട് കഴിഞ്ഞിട്ടാണ് വന്നത്. പിന്നെ ഏട്ടനില്ലാത്തതുകൊണ്ട് അവൾ മക്കളെയും കൊണ്ട് ബസ്സിലേക്ക് വരുന്നതുകൊണ്ടുള്ള ലേറ്റാണ് കേട്ടോ. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞ് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഓഡിറ്റോറിയത്തിലൊരു കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നെല്ലാം ഷടപടേ എല്ലാം തീരും. നമ്മൾ പോയി നിൽക്കുമ്പോൾ ഓരോരുത്തർക്ക് വന്ന് ഫോട്ടോ എടുക്കാൻ നിൽക്കും. പിന്നെ നമ്മൾ മാറി മാറി നിൽക്കും. പിന്നെ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്ത് നമ്മൾ ഫോട്ടോ എടുത്തു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓഡിറ്റോറിയത്തിൻ്റെ കല്യാണത്തിനേക്കാൾ ഇഷ്ടം വീട്ടിലാകുമ്പോൾ നമുക്ക് കുറേ ടൈം ഉണ്ടാവും. ഓഡിറ്റോറിയം വേഗം എല്ലാം പെട്ടെന്ന് ചെയ്യുന്ന പോലെ. ഞങ്ങളുടെ കല്യാണം ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു കേട്ടോ. അരനേട്ടൻ എൻ്റെ കല്യാണം ഓഡിറ്റോറിയത്തിൽ തന്നെ ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്കിഷ്ടം വീട്ടിൽ തന്നെയാണ്. ഇപ്പോൾ എല്ലാവരും ഓഡിറ്റോറിയത്തിൽ തന്നെയാണ് കല്യാണം വെക്കുന്നത്, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ചേച്ചി നമ്മളെല്ലാവരുമായിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വ്ളോഗ് എടുക്കുക, വീഡിയോ എടുക്കുക എന്നൊക്കെ പറയുമ്പം ഫാമിലീസ് ഒന്ന് എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ശ്രീശിലിയും എല്ലാവരും, ശ്രീജാൻറ്റി അടക്കം നമ്മളെ എടുക്കും. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. ശോഭനേൻ്റി ആയാലും ഇത് പാർവതി കേട്ടോ. പാറുവിന് സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. നന്നായിട്ടൊക്കെ അവൾ സംസാരിക്കും, കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ അവളും ആ ഒരു ഇതിലേക്ക് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഞാനാണ് ഫാമിലിയിൽ ആദ്യമായിട്ട് വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടുന്നത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവളും അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഫാമിലി എല്ലാവരും ഉണ്ട് ആ ഒരു യൂട്യൂബിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എത്രപ്പാടിലാണ് കേട്ടോ. അതാണ് നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഫോട്ടോ ആണെന്ന് വിചാരിച്ചത് വീഡിയോ ആണ്. അങ്ങനെ നമ്മൾ കുറേ സമയം അവിടെ നിന്ന് എല്ലാവരും എടുത്തുകൊണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മെയിനായിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. സദ്യയാണെന്ന് അറിയാം, എന്നാലും അത് കഴിക്കണം എന്നുള്ളൊരു കൊതിയോടെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ സദ്യ കഴിക്കാൻ പോകുന്ന വഴിക്കാണ് സന്ധി ചേച്ചിനെ കണ്ടത്. ശോഭനേൻ്റീൻ്റെ മോളാണ് കേട്ടോ, മൂത്ത മോളാണ്. പിന്നെ അപ്പുവേട്ടൻ, സന്ധി ചേച്ചി പ്രഗ്നൻ്റ് ആണ്, ഇപ്പോൾ പ്രസവിച്ചു കേട്ടോ, ആൺകുട്ടിയാണ്. പിന്നെ ഇത് മാളു ചേച്ചിയുടെ ഹസ്ബൻഡ്. പിന്നെ അതെല്ലാം കുട്ടിപ്പട്ടാളങ്ങളും കാര്യങ്ങളാണ്. പിന്നെ മെയിനായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എൻ്റെ അച്ഛനാണ് കേട്ടോ. അച്ഛന് ഗൾഫിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പണ്ട് തൊട്ടേ എപ്പോഴും നല്ല ഡ്രസ്സിങ്ങിൽ ഭയങ്കര സംഭവമാണ് കേട്ടോ. നല്ല ഹൈ ലെവലായിട്ടേ പോവുള്ളൂ. പിന്നെ നമ്മൾക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ സദ്യ കഴിക്കാനുള്ളൊരു പുറപ്പാടാണ്. ഫാമിലി എല്ലാവരും ഒരുമിച്ചാണ് സദ്യ കഴിക്കാനിരുന്നത്. അതിന് ഭയങ്കര സന്തോഷമാണ്. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ ഓരോ ഫംഗ്ഷൻ വരുമ്പോഴാണ്, കല്യാണം ഫാമിലി വരുമ്പോഴാണ് എല്ലാവരും ഒരുമിച്ച് കാണാമെന്ന് പറയുന്നത്. അതന്നെ വലിയൊരു സന്തോഷമാണ് കേട്ടോ. എൻ്റെ കല്യാണത്തിന് ശേഷം എനിക്ക് തോന്നുന്നു പിന്നെ വരുന്ന ഒരു മാരേജ് ഫംഗ്ഷൻ ആയതുകൊണ്ട് എല്ലാവരും ഈ ഒരു സമയത്താണ് ഒത്തുകൂടുന്നത് എന്ന് പറയുന്നത്. പിന്നെ ശ്യാമളേൻ്റിക്കൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സൽമേച്ചൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സൽമേച്ചൊക്കെ വേഗം വന്നിട്ട് വേഗം പോയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഭാഗത്തൊന്നും കാണാത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സദ്യ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ട്രിവാൻഡ്രത്തെ പോലത്തെ സദ്യയല്ല, നമ്മൾ സാധാരണ സദ്യയാണ്. സമാധാനപരമായിട്ട് തിന്നാൽ മതി. കാര്യം ഇവിടെ പോലെ ഭയങ്കര സ്പീഡായിട്ട് കഴിക്കേണ്ട, എല്ലാം പെട്ടെന്ന് വരില്ല കേട്ടോ. അങ്ങനെ സമാധാനപരമായിട്ടുള്ള ഒരു സദ്യക്കായിരുന്നു. 2 തരം പായസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെക്കൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നെ വീട്ടിലാണ് അവിടെ ജസ്റ്റ് ഒന്ന് കയറിയതിന് ശേഷം നമ്മുടെ വീട്ടിൽ വന്നിട്ട് വേണം നമുക്ക് റെഡി ആയിട്ട് വീണ്ടും റിസപ്ഷൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.